നമ്മളിപ്പോൾ പഴനിയിൽ വന്നിരിക്കണം. ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് പഴനിയിൽ വന്നിട്ടുള്ളത്. അതിന് ശേഷം ഞാൻ ഇപ്പോൾ അറിയുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ അതേ ഹോട്ടലൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. ഇവിടെ തന്നെ വലുതായിട്ട് ആ പൂജയുടെ ടൈമും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആസ് യു ക്യാൻ സി. സോ ഇപ്പോൾ സമയം രാവിലെ ഒരു 9-9:30 ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ നേരെ പഴനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അത്ര ദൂരം മാത്രമേ ഉള്ളൂ. ആൻഡ് എനിക്കുണ്ടല്ലോ ഈ തമിഴ്നാട്ടിലെ ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് അവിടെയുള്ള റോഡുകളായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കേരളം ഇഷ്ടമല്ല എന്നല്ല, കേരളം ഇഷ്ടമാണ്. പക്ഷേ ഇതിനെന്തോ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സർപ്രൈസ്, ഞങ്ങളിപ്പോൾ ആദ്യം വന്നിരിക്കുന്ന ഒരു വർക്ക്ഷോപ്പിലാണ്. ഞാൻ ആദ്യമായിട്ട് വർക്ക്ഷോപ്പിൽ വരുന്നത്. പക്ഷെ സന്തോഷിക്കാൻ പറ്റില്ല, കാരണം വണ്ടിയുടെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നു. വണ്ടി ഓൾറെഡി നന്നായിട്ടാണ് കൊടുത്തായിരുന്നു, പക്ഷേ സ്റ്റിൽ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. വണ്ടി ഇതേ അവർ ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക, എന്താ സംഭവം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. എന്തോ പോയ അണ്ണാനെ പോലെ എന്താ നിൽക്കുന്നേ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്തോ ബെയറിംഗ് പോയതാണെന്ന്. ബെയറിംഗ് എന്താ സാധനം? അതങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ. എത്ര വരും? എന്നെ ഞാനിവിടെ വെച്ചിട്ട് പോണ്ടി വരുമോ? എനിക്ക് വർക്ക്ഷോപ്പ് പണി അറിയാമോടാ? ഹോട്ടലിൽ പോയ പാത്രം കഴുകായിരുന്നു. വർക്ക്ഷോപ്പിലാവുമ്പോ വർക്ക്ഷോപ്പ് പണി അറിയോ? ഫ്രണ്ട് ടയറിനാണ്, ബാക്കിലല്ല. നമുക്ക് വണ്ടി ഇവിടെ നിർത്തിയിട്ട് നടന്നു പോവാ. എങ്ങോട്ട്? പഴനിക്കോ? കുട്ടി വീട്ടിൽ നിന്നാ കയറ്റം കേറിട്ടേ ഇങ്ങനെ നിർത്തുന്ന പോവാ. എന്താ ചെയ്യുന്ന? ചോദിച്ചോട്ടെ അയാളോട്, എന്താ പറയാ, അയാളെ എപ്പോഴേ എന്താ ഒരു വിഷമം പോലെ. ഇത് ഒരു പണി തീരാത്ത വീട് പോലെ എടുത്തിട്ടാണ് തീരുണ്ട പണി. ഈ വണ്ടിക്ക് വർക്ക്ഷോപ്പിന്ന് പോരാൻ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എന്താടാ ഇങ്ങനെ? ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഈ സമയത്ത് പറയാൻ പാടുണ്ടോന്ന് അറിഞ്ഞോടാ, ഞാൻ ആദ്യമായിട്ടൊരു വർക്ക്ഷോപ്പിൽ കയറുന്നേ. സന്തോഷായോ? സന്തോഷായോ? പറ. സന്തോഷായില്ലേ? താങ്ക് യു വിഷ്ണു, എന്നെ വർക്ക്ഷോപ്പ് കാണിച്ചു തന്നതിന്. ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വണ്ടി കേടന്ന് നിൽക്കാം. അതേടാ ഇതെന്തിട്ടാണ്? ഇതെന്ത് തേങ്ങയാണിത്? ഇതിൻ്റെ കുറേ കായ ഇവിടെ നിലത്തും കിടക്കണം കേട്ടോ, പൊഴിഞ്ഞ് കിടക്കണ്ട. ഇതെന്ത് കായ? മുഖത്തൊക്കെ അരച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ ആര്യവേപ്പിന്റെ ഇലയാണോ? ആര്യവേപ്പാണത്. ഒരു കയ്പുണ്ടാവും വയലായിട്ടുണ്ടെങ്കിൽ. നല്ല ഔഷധമാണ്, ഭയങ്കര. ഞാനൊരു സത്യസന്ധമായ കാര്യം പറയട്ടെ, എനിക്ക് വർക്ക്ഷോപ്പ് വരണ്ട. ഞാൻ ഇനി വരില്ല. ഒരു രസമില്ല, അവിടെ കാണാനൊന്നുമില്ല. എന്നെ കൊണ്ടുവന്നത് വർക്ക്ഷോപ്പിക്കാണ്, അല്ലെ സൂക്കല്ല. രസമില്ല, ഞാൻ വിചാരിച്ച പോലെയല്ല. ഈ ടയറെന്ന് പറയുന്നത് ശരിക്കും ഒരു വെറും ടയറല്ല, കണ്ടോ? ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള സാധനം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബെയറിങ് പോയിരിക്കണം. അതെന്തോ കെട്ടിക്കണം. അപ്പം അത് കെട്ടിക്കാൻ പോയേക്കും. അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നത് വരത്തുള്ളൂ. എത്ര നേരമായി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന? എനിക്ക് ദേഷ്യം വരണം. വേഗം പോവാം. ഒരു 1/2-3 മണിക്കൂർ കൂടെ, ഒരു 4:45 പോവാൻ. 4:30 ആകുമ്പോൾ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര രസമുള്ള പരിപാടിയാണ്. വേറെ യൂണിവേഴ്സാ. പണിയാണ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണ്ടാറടങ്ങിയത് അല്ല, നന്നായി. എവിടെയെങ്കിലും കയറ്റിട്ട് പണിയെടുപ്പിക്കുന്ന നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നട്ടപ്പായിരിക്കും ഏതെങ്കിലും റോട്ടിൽ കിടക്കേണ്ടി വരും. ഇഷ്ടപ്പെട്ടു. സെറ്റ്. അങ്ങനെ സമയം രാത്രി 7:30. ഇതുവരെ ഞങ്ങൾ പഴയത്തില്ല. ബൈ ദ വേ ഡ്രസ്സൊക്കെ മാറിയല്ലോന്ന് തോന്നും. നമ്മളിപ്പം അത്രയും നേരം വെയിലത്ത് നിന്ന് ഇവിടെ നല്ല വെളിച്ചം. ഞാനിപ്പോൾ പോയി ഡ്രസ്സൊക്കെ പുതിയത് വാങ്ങി, കാരണം വേർത്ത് നാശമായി ഞങ്ങൾ. അതുകൊണ്ട് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി.
എങ്ങനെയുണ്ട് ഡ്രസ്? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. 1000 റുപ്യ. എൻ്റെ മുണ്ട് കാണിച്ചു കൊടുക്കും വിഷ്ണു. ഇപ്പോൾ പോയിട്ട് ശരിക്കും പോയിട്ട് വരാം. 3ാമത്തെ പ്രശ്നം ഇറങ്ങുന്നത് നോക്കാം.